ചെമ്പനീർപ്പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ചന്ദ്രയും ശ്രുതിയും തമ്മിൽ വഴക്കാണല്ലോ. ബ്യൂട്ടി പാർലറിൻ്റെ പേര് ചന്ദ്രയോട് ചോദിക്കാതെ മാറ്റിയതിന് ചന്ദ്ര നല്ലോണം ചീത്ത പറഞ്ഞിട്ടുണ്ട് ശ്രുതിയെ. ആ ബ്യൂട്ടി പാർലർ താൻ കാരണമാണ് ഉണ്ടായതെന്നും ആ ബ്യൂട്ടി പാർലർ നിനക്കുണ്ടാക്കി തരാൻ വേണ്ടി ഞാൻ എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടുള്ള പൈസ കൊണ്ടാണ് നീ അത് ഉണ്ടാക്കിയെടുത്തതെന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ ശ്രുതി തിരിച്ചും അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്ര നല്ല ചീത്ത ശ്രുതിയെ പറഞ്ഞായിരുന്നു. പണ്ട് നീ വീടുകൾ തോറും പോയി മസാജൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നിനക്ക് ഞാനാണൊരു പാർലർ ഉണ്ടാക്കി തന്നത്. എന്നിട്ട് നീ ഒരു മുടി വെട്ടുന്ന പോലെ എൻ്റെ പേര് ആ ബ്യൂട്ടി പാർലറിൽ നിന്നും വെട്ടിമാറ്റി. ഇനി മേല എന്നോട് ചോദിക്കാതെ ഒരു കാര്യം ഈ വീട്ടിൽ ചെയ്തു പോകരുതെന്നാണ് ചന്ദ്ര ശ്രുതിയോട് പറഞ്ഞത്. അപ്പോൾ ശ്രുതിയും തിരിച്ചു പറയുന്നുണ്ട്, അതിന് പൈസയൊക്കെ എൻ്റെ അച്ഛൻ തിരിച്ചു തന്നല്ലോ. അപ്പോൾ ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ എന്നോട് തിരിച്ചു മറുപടി പറയാനൊക്കെ ആയോ? ആ പാർലറിന് വേണ്ടി ആധാരം പണയം വെച്ചപ്പോൾ ഞാൻ എന്തോരം നാണം കെട്ടത് നിനക്കറിയാവുന്ന കാര്യമല്ലേടി. നീ വലിയ മലേഷ്യക്കാരൻ്റെ മോളായിരിക്കും, പക്ഷേ ഇവിടെ നീ ചന്ദ്രയുടെ മരുമോളാ. നീ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കുറേ ചീത്ത പറഞ്ഞായിരുന്നു. ശ്രുതി അതൊക്കെ കേട്ട് നല്ലോണം പേടിച്ചിട്ടുണ്ട്. ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഈ ഒരു ചെറിയ കാര്യത്തിന് ആൻറ്റി ഇത്ര എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ആൻറ്റിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ മൊത്തം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ ഉള്ളത് ശ്രുതിയുടെ മനസ്സിൽ വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ശ്രുതി ആ വിഷമം തീർക്കാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചന്ദ്രക്കായിട്ട് ഒരു മലേഷ്യൻ സാരി ഗിഫ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ വീട്ടിലാണെങ്കിൽ അച്ഛനും സുധിയും സച്ചിയും എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുമായിരിക്കും. ചന്ദ്രയും ഉണ്ട്. സുധീനോട് അച്ഛൻ ജോലിയുടെ കാര്യമൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കടാന്ന് പറഞ്ഞ് സംസാരിക്കുവാണ്. എത്ര നാൾ നീ ഇങ്ങനെ ഭാര്യയുടെ ചെലവിൽ ജീവിക്കൂടാന്ന് പറയുമ്പോൾ സുധി പറയുന്നുണ്ട്, അച്ഛാ 14 ലക്ഷം രൂപ കൊടുത്ത് എനിക്ക് കാനഡയിൽ ജോലി ഉറപ്പാ, 14 ലക്ഷം രൂപ റെഡിയാക്കിത്താന്ന് പറയുമ്പോൾ അച്ഛൻ ചീത്ത പറയുന്നുണ്ട്, നീ ആ ഉദ്ദേശം വിട്. നീ നാട്ടിൽ വേറെ എന്തെങ്കിലും ജോലി ശരിയാക്കാൻ നോക്ക്. നീ ആ സച്ചിയെ കണ്ടില്ലേ, കാറ് പോയെന്ന് പറഞ്ഞ് അവൻ വെറുതെ വീട്ടിലിരിക്കുന്നുണ്ടോ? അവൻ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നീയും എന്തെങ്കിലും ജോലിയൊക്കെ ശ്രമിക്കുക സുധി, അല്ലാണ്ട് ഇങ്ങനെ ഭാര്യയുടെ ചിലവിൽ ഇങ്ങനെ ജീവിക്കല്ലേ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, പിന്നെ സച്ചിയെ പോലെയാണോ എൻ്റെ സുധിമോനെ കുറേ പഠിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര സപ്പോർട്ട് ചെയ്യുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട്, നീ ഒരാളാണ് ഇവനെ ചീത്താക്കുന്നത്. നീ ഇങ്ങനെ എപ്പോഴും അവനിങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ടാണ് അവൻ ഇന്നും ഈ വീട്ടിലിരിക്കുന്നത്, ജോലിക്കൊന്നും പോകാതെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതി കയറി വരുന്നത്. ആൻറ്റി എന്ന് പറഞ്ഞ് പുറത്തുനിന്നേ വിളിച്ച് വരുവാണ് ശ്രുതി. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ അമ്മയ്ക്ക് എന്ത് സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ആൻറ്റി ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ചന്ദ്രക്ക് ഒരു സഞ്ചി അതായത് ഒരു ബോക്സുള്ളൊരു സഞ്ചി കൊടുക്കുവാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, എന്താ ഇത്? അപ്പോൾ ശ്രുതി പറയും, മലേഷ്യയിൽ നിന്ന് എൻ്റെ മാമനും അച്ഛനും കൂടി അയച്ചു തന്നതാണ് ആൻറ്റിക്ക് വേണ്ടിയിട്ടെന്ന് പറയും. എനിക്ക് വേണ്ടിയിട്ടോ? എന്നിട്ട് ചന്ദ്ര ആ ബോക്സ് ഒന്ന് പയ്യെ തുറന്ന് നോക്കുമ്പോൾ നല്ല സാരി കേട്ടോ ഒരെണ്ണം. ചന്ദ്രയുടെ മുഖത്തൊരു ചിരി വരുവേ, ആഹാ ഇത് നല്ല പുതിയ സാരിയാണല്ലോ, കൊള്ളാലോ ഈ സാരി. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അവർ ആൻറ്റിക്ക് വേണ്ടി പ്രത്യേകം അവിടെയുള്ള ഏറ്റവും വലിയ കടയിൽ നിന്ന് ആൻറ്റിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് മേടിച്ചതാണ്. അതും ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട കളർ. എന്നോട് ചോദിച്ചായിരുന്നു അമ്മയ്ക്ക് ഏതാ ഇഷ്ടപ്പെട്ട കളറെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കടകളൊക്കെ കയറി ഏറ്റവും വില കൂടിയ സാരിയാണ് ആൻറ്റിക്ക് വേണ്ടി മേടിച്ചിരിക്കുന്നതെന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അച്ഛനും സച്ചിയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. കാരണം അവർക്ക് ശ്രുതിയുടെ പേരിൽ ഒരു സംശയമൊക്കെ ഉണ്ടല്ലോ, അവരിതൊന്നും വിശ്വസിക്കുന്നില്ല. എന്നാലും ശ്രുതിയുടെ തള്ളുകളൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുവാണ് സച്ചിയും അച്ഛനും ഒക്കെ. ശ്രുതിക്ക് നല്ല സന്തോഷമാണ്, കാരണം അമ്മക്കൊരു സാരി ശ്രുതിയുടെ വീട്ടുകാർ ഗിഫ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി ധനത്തൊന്നുമല്ല ആകാശത്താണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, നമ്മുടെ നാട്ടിലെ സാരിയല്ലേ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത്, ഇതിപ്പോൾ എന്താണ് അവിടുത്തെ സാരി എന്നിട്ട് ഇങ്ങോട്ടേക്ക് മേടിച്ചുകൊണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ലങ്ങളെ മലേഷ്യയിൽ സ്പെഷ്യലായിട്ട് പട്ടുസാരി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ട് തപ്പിയിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് പറഞ്ഞ് പ്രത്യേകം ചെയ്യിപ്പിച്ച സാരിയാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ നല്ലോണം സുഖിപ്പിക്കുവാണ്. ചന്ദ്രയുടെ ആ മുഖമൊക്കെ ഒന്ന് കാണണം കേട്ടോ മലേഷ്യൻ സാരി കിട്ടുമ്പോഴേക്കും. ശ്രുതി പറയും, അമ്മ ഈ സാരി ഒന്ന് വെച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ് സാരി. എന്നിട്ട് പറയും, കണ്ടോ ശ്രുതി എങ്ങനെയുണ്ട്, അമ്മയ്ക്ക് ഈ സാരി നല്ല ഭംഗിയില്ലേ, അങ്കിളെ നോക്ക് നല്ല ഭംഗിയില്ലേ ഇപ്പം അമ്മയെ കാണാൻ. അപ്പോൾ ചന്ദ്ര പറയും, അല്ലെങ്കിലും ഞാൻ ഏത് സാരി എടുത്താലും അടിപൊളിയാണ്, എനിക്ക് എല്ലാ കളറും നന്നായിട്ട് ചേരും എന്നൊക്കെ ചന്ദ്ര ഒറ്റയ്ക്കിരുന്ന് സ്വയം ഇങ്ങനെ പൊക്കി പറയുവാണ്. അപ്പോൾ ശ്രുതിയും ഭയങ്കരമായിട്ട് സുഖിപ്പിക്കാൻ നോക്കുന്നുണ്ട്, കാരണം ആ വഴക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമല്ലോ. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് കൊടുത്താലല്ലേ ചന്ദ്രയുടെ ആ
വിഷയം മാറത്തുള്ളൂ. അതുകൊണ്ടാണ് ശ്രുതി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. മലേഷ്യൻ സാരിയാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രക്കൊരു സാരിയൊക്കെ കൊടുത്തിരിക്കുകയാണ്. ചന്ദ്ര നിലത്തൊന്നുമല്ല, ചന്ദ്രക്ക് അത് ഭയങ്കര ഇഷ്ടമായി. വെച്ച് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണാടിയുടെ മുമ്പിലൊക്കെ നോക്കി വെച്ച് ഭംഗിയൊക്കെ നോക്കുന്നുണ്ട് ചന്ദ്ര. എന്നിട്ട് പറയും, എനിക്ക് ഈ നാട്ടിലെ സാരിയൊക്കെ ചുറ്റി മതിയായി, ഇനി മലേഷ്യയിലെ സാരിയൊക്കെ ചുറ്റി ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി കറങ്ങി എല്ലാവരെയും കാണിക്കണം എന്നൊക്കെ പറയുവാണ് ചന്ദ്ര. നല്ല ഭംഗിയുണ്ട് ശ്രുതി ഈ സാരി, താങ്ക് യു ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ശ്രുതിയെ സുഖിപ്പിക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ സന്തോഷമാവുകയും സമാധാനമാകും. കാരണം ചന്ദ്രക്ക് ദേഷ്യമായിരുന്നല്ലോ, ആ ദേഷ്യം സാരി കൊടുത്തപ്പോൾ കുറച്ചെങ്കിലും മാറിയെന്ന് ശ്രുതിക്ക് തോന്നി. അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഹാവു സമാധാനമായി, ആൻറ്റിയുടെ ദേഷ്യം കുറച്ച് കുറഞ്ഞല്ലോ. എന്നിട്ട് ചന്ദ്ര പറയും, ശ്രുതി നിനക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ നിനക്ക് ജ്യൂസൊക്കെ അടിച്ച് തരാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണേ, സച്ചിയും രവീന്ദ്രനൊക്കെ. എന്നിട്ട് പറയും, അമ്മേ ഈ സാരി കണ്ടിട്ട് ഒരു മലേഷ്യൻ സാരിയാണെന്നൊന്നും തോന്നുന്നില്ല, ഇതിലും നല്ല സാരി നമ്മുടെ സിറ്റിയിൽ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയുടെ മുഖമൊക്കെ ഒന്ന് മാറുവേ. എന്നിട്ട് പറയും, നോക്കിയേ അച്ഛനും അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത്, നമ്മുടെ നാട്ടിൽ ഇതിലും നല്ല സാരി കിട്ടത്തില്ലേ, ഇത് കണ്ടിട്ടും ഒരു മലേഷ്യൻ സാരിയുടെ ലുക്കൊന്നും ഇല്ലയെന്ന് പറയും. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ഒന്നുകൂടെ സാരി സൂക്ഷിച്ച് നോക്കുവേ. അപ്പോൾ ശ്രുതി പറയും, പിന്നെ അവൻ അസൂയാണമ്മേ, നല്ല അടിപൊളി സാരിയാണ്, അമ്മക്ക് എന്ത് ചേർച്ചയായി ഈ സാരി വെച്ചപ്പോന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പിന്നെയും ചിരിക്കും, അവനെ ഇങ്ങനത്തെ സാരിയൊന്നും, അവൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനത്തെ മലേഷ്യൻ സാരിയൊന്നും കൊടുക്കാൻ ആരുമില്ലല്ലോ, അതിൻ്റെ അസൂയാണ് ഈ സച്ചിക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, അല്ലെങ്കിലും നല്ലതൊന്നും ആർക്കും പിടിക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. രേവതിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ട്, സച്ചിയെ കളിയാക്കുമ്പോഴേക്കും. സച്ചി പറയും, പൗഡറേടത്തി ഇത് മലേഷ്യൻ സാരി തന്നെയാണോ? രേവതി നീ അതൊന്നും എടുത്ത് നോക്കിക്കേ, നിനക്ക് തോന്നുന്നുണ്ടോ ഇത് മലേഷ്യൻ സാരിയാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം സച്ചിക്ക് നല്ല സംശയമാണല്ലോ ശ്രുതിന്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ ഒന്ന് മിണ്ടാതിരിക്കുക, അത് അമ്മക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതല്ലേ, അപ്പോൾ നമ്മളായിട്ടൊന്നും പറയണ്ട, നല്ല സാരിയാണ്, അത് അമ്മക്ക് നല്ലോണം ചേരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ രേവതിനോട് ദേഷ്യമൊക്കെ ആണെങ്കിലും ചന്ദ്രയുടെ മനസ്സിലൊരു ചിരി വരുവേ, അമ്മക്ക് ചേരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും. അപ്പോൾ എല്ലാവരും സച്ചിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. ചന്ദ്രയൊക്കെ അവൻ അസൂയ അവൻ്റെ ഭാര്യയ്ക്ക് കിട്ടാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ സച്ചിക്ക് എല്ലാ കള്ളത്തരം അറിയാവുന്നുണ്ട്. സച്ചി ഇതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഏതായാലും ചന്ദ്ര നല്ല സന്തോഷത്തിലാണ്. ഇങ്ങനെ ഒരു സാരി ശ്രുതി ഗിഫ്റ്റായിട്ട് കൊടുത്തതിൽ ശ്രുതിക്കും ഭയങ്കര സമാധാനമായി. ചന്ദ്രയുടെ ദേഷ്യം കുറച്ചെങ്കിലും മാറിയതിൽ. അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി ആൻറ്റിക്ക് എന്നോട് എന്തെങ്കിലും സംശയമൊക്കെ തോന്നുവാണെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുത്ത് പറ്റിക്കാം ആൻറ്റിയെ പറ്റിക്കാൻ എളുപ്പമാണെന്നൊക്കെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആൻറ്റിക്ക് പൈസയാണ് മുഖ്യം, പൈസ ഉള്ളിടത്തോട്ട് ആൻറ്റി എളുപ്പം ചായും, അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ ശ്രുതി മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുവാണ്. ശ്രുതി അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് സച്ചിയും രവീന്ദ്രനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്, ഈ പൗഡറടത്തി എന്താ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സച്ചിക്ക് നല്ല സംശയമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി.